ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരു സങ്കീർത്തന വചനം നമുക്കിന്ന് ധ്യാനിക്കാം. സങ്കീർത്തനം 19:8. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രവാചക ശബ്ദമാണ്. ആ ഗേറ്റിങ്കൽ ധാരാളം യാചകർ വരും. ഓരോരുത്തർക്കും ഭിക്ഷ കൊടുക്കണം. എന്നാൽ ചില സൂത്രക്കാരായ യാചകർ വീണ്ടും വരും കൂടുതൽ കിട്ടാൻ. സിസ്റ്റേഴ്സ് ഇത് മനസ്സിലാക്കിയതോടെ അവർക്കെതിരെ ഗേറ്റ് കൊട്ടിയടയ്ക്കും. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനയാണ് അവിടെ എത്തുന്നതെങ്കിൽ ഫൗസ്റ്റീന അവർക്ക് വീണ്ടും എന്തെങ്കിലും കൊടുത്ത് പുഞ്ചിരിയോടെ കുശലം അന്വേഷിച്ച് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കും. എന്തുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് അത് സാധിച്ചു? ഇതിന്റെ ഫലമോ? മറ്റു സിസ്റ്റേഴ്സ് ഫൗസ്റ്റീനയെ കണക്കിന് ശകാരിക്കും. എങ്കിലും ആ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. കരുണയുടെ മുഖം യാചകരിൽ പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ കരുണ അവർ കണ്ടെത്താൻ ഫൗസ്റ്റീന ഉപകരണമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖം കരുണയുടേതാണോ? നമ്മുടെ സമയം, ധനം, കഴിവുകള്, അതുപോലെ തന്നെ അപകടത്തിൽ സഹായഹസ്തം നീട്ടുക, ഇതൊക്കെ കരുണയുടെ മുഖമാണ്. നമുക്കത് പരിശീലിക്കണ്ടേ? ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ആമേൻ.